നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു 6 ഏജൻസികളും. കേരളത്തിൽ താമര വിരിയുമെന്നും പ്രവചിക്കുന്നു. ഇതിലൊരു കറക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ABPയുടെ സർവേ ഫലങ്ങളിൽ പറയുന്നത് പോലെ കേരളത്തിൽ LDFും UDFും കൂടി ഒരുമിച്ചാണ് ഇന്ത്യ മുന്നണി എന്നവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. LDF വിജയിക്കില്ല എന്നല്ല എന്നൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നുള്ളത് പക്ഷേ ABP മറന്നുപോയി. ABPയുടെ ടാലിയിലിട്ട് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ LDF. അപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല, പക്ഷേ ഇന്ത്യ മുന്നണി എന്ന ടാർജറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ LDFന് 0 to 1 എന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ABPയുടെ കണക്ക് പ്രകാരം ഇന്ത്യ മുന്നണി എന്ന് ഒരുമിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിൽ 19 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നതാണ്, ഇന്ത്യ മുന്നണി നേടിയേക്കാം എന്നതാണ് കണക്ക്. ഹിമാചൽ പ്രദേശിന്റെ കണക്ക് വരുന്നു 4 NDAക്ക്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളും NDA തന്നെ സ്വന്തമാക്കും. അവിടെ ഇപ്പോൾ അധികാരത്തിലുണ്ട് കോൺഗ്രസ് സർക്കാരാണെന്ന് ഇതാണ് ജനവിധി എങ്കിൽ അവിടുത്തെ സർക്കാർ മാറും. ഡെഫിനറ്റ്ലി മാറും. ഇപ്പോൾ തന്നെ ആടിയിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ 9 സീറ്റുകളിലും ഇതേ ട്രെൻഡ് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള വിധി ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകൾ NDAക്ക് കിട്ടുന്നു. പക്ഷേ ഗോവയിൽ തിരിച്ചാവുന്നു. ഗോവയിൽ 1 സീറ്റ് കോൺഗ്രസ് പിടിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 ഇതും പ്രധാനപ്പെട്ടതാണല്ലോ. ഗോവയിലെ പൊളിറ്റിക്കൽ ഡ്രാമ കോൺഗ്രസിൽ ജയിച്ച് BJP സർക്കാർ രൂപീകരിച്ചു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ജയിച്ചു, BJP സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ ഹിമാചൽ പ്രദേശിൽ 4 സീറ്റും പോകുന്നത് ഹരിയാനയിൽ BJP സർക്കാർ പോകും. പക്ഷേ ഇതുവരെ വന്ന എക്സിറ്റ് പോളിൽ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തായാലും NDA വരും എന്നുള്ളത് ഒരു കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളും ഏറ്റവും ഇപ്പോൾ ആളുകളെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ NDAയുടെ വളർച്ചയാണ്. ഇത്രയും എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ അത് അപ്പാടെ തെറ്റുമോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എല്ലാ എക്സിറ്റ് പോളുകളും ഒരൊറ്റ എക്സിറ്റ് പോൾ ഒഴിച്ച്, ABPയുടെ എക്സിറ്റ് പോൾ ഒഴിച്ച് ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ താമര വിരിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിരിയാനുള്ള കാരണമായി നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ടുഡേയുടെ കണക്ക് പ്രകാരം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലെ 23% വർധനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തവണ കേരളത്തിൽ BJP സഹായിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആണ്. താമര വിരിയും എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്, 3 സീറ്റുകൾ വരെ നേടാം. അതെ, താമര വിരിയാന്ന് ഒന്ന് പറഞ്ഞു. അത് എന്താണ് അവരുടെ ഒരു വിലയിരുത്തൽ? കണ്ടില്ല. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കേരളത്തിൽ 23% സീറ്റുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നിന്ന്, അതായത് 12% വർധനമുണ്ടാകുന്നു BJPക്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ നിന്ന്. അത് കോൺഗ്രസിന്റെയും CPMന്റെയും അഥവാ LDFന്റെയും വോട്ട് ബാങ്കിൽ നിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു. നമ്പർ 1. നമ്പർ 2, LDFന് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളിലും LDFന് വോട്ടിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ അല്പസമയത്തിനുള്ളിൽ ട്രെൻഡ് വരും. ആ ട്രെൻഡ് ഞാൻ പ്രേക്ഷകരിലേക്ക് പറയും. ഇതാണ് ആ ടാർജറ്റ് കണക്ക്. നോക്കൂ, മൊത്തം പെർസെൻറ്റേജിലുള്ള വ്യത്യാസം കണക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്. UDF 41% പ്രൊജക്റ്റഡ് വോട്ട് ഷെയർ. നോക്കൂ, അതിൽ കമ്മ്യൂണിറ്റി വൈസ് വോട്ട് ഷെയർ നോക്കൂ. ഇതാണ് കമ്മ്യൂണിറ്റി വൈസ് വോട്ട് ഷെയർ. NDA ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ 11% വർധനമുണ്ടാക്കുമ്പോൾ LDFന് 6% നഷ്ടമുണ്ടാകുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 1% വോട്ട് LDFന് നഷ്ടപ്പെടുമ്പോൾ 3% വർധനവ് NDA ഉണ്ടാക്കുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും. ആൻഡ് അതേഴ്സിന്റെ കാര്യത്തിൽ 16% ഹിന്ദു വോട്ട് 41% വർദ്ധിക്കുന്നു, അഥവാ 16% വർധനമുണ്ടാകുന്നു NDAക്ക്. ദിസ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടിൽ നിർണായകമായി 16% വോട്ട് ഷെയറിന്റെ വർധനമുണ്ടായിട്ടുണ്ട്. വോട്ട് ഷെയർ ഉണ്ടാകുന്ന വർധനവ് ചെറുതല്ല, 27%. അതാണ് ടോട്ടൽ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ UDFന് 41%, LDFന് 29%, NDAക്ക് 27%. 2% വ്യത്യാസം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മുസ്ലിം ന്യൂനപക്ഷത്തിലേക്ക് BJP കടന്നു ചെല്ലാൻ പറ്റി എന്നാണോ പറയുന്നത്? 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാറിയേക്കാം. സാധ്യത വളരെ കുറവാണ്. കേരളത്തിലെ ന്യൂനപക്ഷം ആ തരത്തിൽ ചിന്തിക്കുന്നില്ല. മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള പ്രീണനം എന്ന രീതി അത് അംഗീകരിച്ചുകൊണ്ടാണ് അല്ല ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങോട്ട് പോകുന്നതന്നെ. പക്ഷെ അത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതൊരു എററായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ 12% വർധനവ് BJPക്ക് കേരളത്തിൽ. പക്ഷെ അവിടെ ഡോക്ടർ 2020 എന്നാണ് UDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്ക് എത്തുമെന്ന് ഒരു സർവേ പോലും പറയുന്നില്ല. അവിടെ നോക്കൂ, നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 59% വോട്ടുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് UDFന്. അത് സ്വാഭാവികമാണ്, ചിലപ്പോൾ കിട്ടിയേക്കാം. 48% വോട്ടുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതും സ്വാഭാവികമാണ്.
LDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ 33%, 26% ക്രിസ്ത്യൻ വോട്ടുകളും. അത് കുറവാണ് എങ്കിൽ പോലും LDFന് തിരിച്ചടി നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതും സ്വാഭാവികം. പക്ഷേ 23% ക്രിസ്ത്യൻ വോട്ടുകൾ NDAക്ക് പോയി എന്ന് കരുതുന്നതും 4% മുസ്ലിം വോട്ടുകൾ, 4% വളരെ എറാണ്. അപ്പോൾ 23% ക്രിസ്ത്യൻ വോട്ടുകൾ NDAക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുക. തിരുവനന്തപുരത്ത് ലാറ്റിൻ കത്തോലിക്കരും വളരെ കൃത്യമായി അതിന്റെ ബിഷപ്പിലൂടെ തന്നെ അവർ പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ലാറ്റിൻ വോട്ടുകൾ, ഈ തീരദേശ മേഖലയിലുള്ള വോട്ടുകൾ ബൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിലുള്ള കരക്കമ്പികൾ ഉണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ ആയിരിക്കണം ആദ്യം തന്നെ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശശി തരൂർ അങ്ങനെ വോട്ടുകൾ വാങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിക്കുകയും രാജീവ് ചന്ദ്രശേഖർ അത് പെട്ടെന്ന് ഡെഫ്യൂസ് ചെയ്യാൻ നോക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ലാറ്റിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് തൃശ്ശൂർ RC നോക്കൂ, ഏത് കാലഘട്ടത്തിൽ അവരുടെ മുഖപത്രങ്ങളിലൂടെ അവരുടെ ബിഷപ്പുമാരിലൂടെ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 23% ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല. ഇതിൽ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ CPMന് സാധിച്ചിട്ടില്ല എന്ന് കൂടിയാണ് ഇതിനകത്ത് കണക്കുകൾ പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം മുസ്ലിം വോട്ടുകൾ CPMലേക്ക് LDFലേക്ക് വന്നു തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയനായിരുന്നു CAA മുഖ്യ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഏപ്രിൽ 21 മറ്റേ മൻമോഹൻ സിംഗിനെ ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയല്ലോ, ബൻസ്വാരയിൽ പ്രസംഗം നടത്തിയല്ലോ. അതിനുശേഷമല്ലേ നമ്മുടെ അപ്പോൾ ബൻസ്വാര പ്രസംഗത്തിന് ശേഷം വീണ്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള മുസ്ലിം വോട്ടുകൾ തിരിച്ച് UDFലേക്ക് തന്നെ പോയി എന്നാണ് ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയുണ്ട്. നമ്മൾ അതും കൂടി ഇന്റർപ്രറ്റ് ചെയ്യണം. 27% ആയിരുന്നു 27%മാണ് LDFന് ഹിന്ദു കാറ്റഗറിയിലുള്ള വോട്ട് ബാങ്ക്. നോക്കൂ, 15% ഇടിവ് LDFന് സംഭവിച്ചിരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ അത് പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? BJPയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ LDFൽ നിന്ന് BJPയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ സർവേ പ്രകാരം. ഒരു കാര്യം ഈഴവ വരാം. അതൊന്ന് ആറ്റിങ്ങൽ, ദാറ്റ്സ് നമ്പർ 1. അത് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം വിജോയുടെയും പാർട്ടിയുടെയും പ്രവർത്തനം ഞാൻ ക്ലോസ് ആയിട്ട് തൃശ്ശൂർ തിരുവനന്തപുരം. അതിൽ തൃശ്ശൂരിൽ മുരളീധരൻ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്ത്, ആറ്റിങ്ങൽ, പത്തനംതിട്ട ഒരു റീജനാണ് പറയുന്നത്. ഒരു റീജനിൽ ഭയങ്കരമായിട്ട് BJPക്ക് വോട്ട് വന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഈ മൂന്ന് ഡിസ്ട്രിക്റ്റുകളിൽ അല്ലെങ്കിൽ 3 മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. അവിടെ വളരെയധികം ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്. പത്തനംതിട്ടയായാലും ആറ്റിങ്ങലായാലും തിരുവനന്തപുരമാണെങ്കിലും. തിരുവനന്തപുരമൊക്കെ ലാറ്റിൻ ക്രിസ്ത്യൻസ് വളരെ അധികമാണ്. 2.5 ലക്ഷം ആൾക്കാരാണ്. ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതാണ് കണക്കെങ്കിൽ, ഇതാണ് ഫിഗർ എങ്കിൽ CPMൽ നിന്ന് തൃശ്ശൂരിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന മുരളീധരന്റെ ആർഗ്യുമെന്റ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. തുടക്കം മുതൽ തന്നെ മുരളീധരൻ പറയുന്നത് വോട്ട് ഷിഫ്റ്റിങ്ങിനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണ റിവേഴ്സ് വോട്ട് ഷിഫ്റ്റിംഗ് ആണ് പറയാറുള്ളതെങ്കിലും ഇത്തവണ പറഞ്ഞിരിക്കുന്നത് തിരിച്ചാണ്. BJPയിലേക്ക് CPM വോട്ട് പോയിട്ടുണ്ട്. ഒരു അന്തർധാര അവിടെ സജീവമായിരുന്നു എന്ന് മുരളീധരൻ ആവർത്തിച്ചു പറയുന്നു. ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേയുടെ ഡാറ്റ പ്രകാരം CPMന്റെ വോട്ട് ബാങ്കിൽ നിന്ന് 15% വോട്ട് ചോർച്ച ഹിന്ദു കമ്മ്യൂണിറ്റി. CPMന്റെ വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകൾ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. വലിയ രീതിയിൽ BJPയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. BDJS പോലൊരു സംഘടന SNDP ഉണ്ടാക്കുക, SNDPയുടെ പിന്തുണയിൽ ആ BDJSുമായിട്ട് BJP സഖ്യം ചേരുകയും ചെയ്തിട്ട് ഒരു ഇമ്പാക്റ്റും കേരളത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ കണക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്കായിട്ട് കൂടെ നിന്നത് LDFനോടൊപ്പമാണ്. 2019 അങ്ങനെ നിന്നിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ വലിയൊരു സ്വീപ്പിംഗ് വിക്ടറി UDFന് കേരളത്തിൽ നേടാൻ കഴിഞ്ഞത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പാലസ്തീനുമായി ബന്ധപ്പെട്ട് CPM എടുത്തിട്ടുള്ള നിലപാട്. ആ CPM എടുത്തിട്ടുള്ള നിലപാടിൽ ഇസ്രായേൽ ഒരു വിഷയമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻസ് വലിയ രീതിയിൽ ലെഫ്റ്റിൻ്റെ ചേരിയിൽ നിന്നും മാറാം. അങ്ങനെ പിന്മാറുന്നവർ സാധാരണഗതിയിൽ പോകേണ്ടത് UDFിലേക്കാണ്. എന്നാൽ അവിടെ ഒരു സ്പ്ലിറ്റ് വരികയും UDFിലേക്ക് സ്വാഭാവികമായി പോകേണ്ട വോട്ട്
സമാഹരിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന യുക്തി കറക്റ്റാണ്. അതായത് ആക്സിസ് മൈ ഇന്ത്യയുടെ യുക്തി കറക്റ്റാണ്. അതിനകത്തൊരു ഡെഫിനിറ്റ് പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് BJPയിലേക്കാണെങ്കിൽ അതൊരു സീരിയസ് ഫാക്ടറാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കേരളത്തിലെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് ഇൻറോഡ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം പരിപാടികളാണ് തുടർച്ചയായിട്ട് കേരളത്തിൽ BJP ആവിഷ്കരിച്ചിട്ടുള്ളത്. ആകപ്പാടെ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് മണിപ്പൂർ എന്ന് പറയുന്ന വിഷയം വന്നു എന്നുള്ളതാണ്. മണിപ്പൂരിന് ശേഷം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് പല സഭകളും വളരെ ശക്തമായി തന്നെ BJPയെ പരസ്യമായി എതിർക്കുന്ന രീതിയിലേക്ക് തന്നെ വന്നിരുന്നു. പക്ഷേ ആ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ, അതായത് ഈ മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണാതെ പകരം BJPയുമായി അലൈൻ ചെയ്യാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതായത് BJP കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായി കേരളത്തിലെ നടപ്പാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി വിജയിക്കുന്നു എന്നാണ് നമ്മൾ വിലയിരുത്താൻ. ഒറ്റ കാര്യം ഇതിനോട് ആഡ് ചെയ്യാനാണ് ഞാൻ ഇത്രയും നേരം ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ പറയുന്ന കാസ്റ്റ് വൈസ് ഇക്വേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇതിൽ കാണാതെ പോയ ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യം മുഴുവൻ സ്ത്രീ വോട്ടർമാർ വളരെ ഡിസിസീവായിട്ടുള്ളൊരു റോളാണ് വഹിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി അധികാര തുടർച്ചയുണ്ടാകണം. കേരളത്തിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട ഘടകം സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. ഇന്ത്യ ടുഡേയുടെ ഈ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളിൽ കൃത്യമായി ജെൻഡർ വൈസ് വോട്ട് ഷെയർ പറയുന്നുണ്ട്. ആ ജെൻഡർ വൈസ് വോട്ട് ഷെയർ എത്രയാണെന്ന് കൂടി പറഞ്ഞു തരാം. മെയിൽ വോട്ടിങ്ങിൽ UDFന് കുറവുണ്ടായിരിക്കുന്നത് 6%, ഫീമെയിൽ പെർസെൻറ്റേജിൽ 6% കുറവ്. LDFനും സമാനമാണ്. LDFന് ഫീമെയിൽ വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്നത് 8% ഡിപ്പാണ്. മെയിൽ വോട്ടിങ്ങിൽ 6% ഡിപ്പ്. അങ്ങനെ 28-30 എന്നതിൽ അവർ നിൽക്കുമ്പോൾ NDAക്ക് മെയിൽ വോട്ട്സിൽ 10% ഇൻക്രീസ്, ഫീമെയിൽ വോട്ടിൽ 12% ഇൻക്രീസ്, അത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ BJPയെ കൂടുതലായി സ്വീകരിക്കുന്നു കേരളത്തിൽ. അതിന്റെ മാറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയായിരിക്കും ഈ 20+ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക. ക്രിസ്ത്യൻ വോട്ട്സ് പ്ലസ് ഫീമെയിൽ വോട്ട് കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. തീർച്ചയായും ഫീമെയിൽ വോട്ട് കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന നമ്മുടെ ഡാറ്റയില്ല. 10-12% അവ തമ്മിലുള്ള വ്യത്യാസം 2% മാത്രമാണ്. 2% ഒരു ആ രീതിയിലുള്ള കാൽക്കുലേഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അല്ല, പക്ഷേ ഞാൻ സംശയം ചോദിച്ചിട്ടാണ്, ഇപ്പൊ 29% വോട്ട് പത്തനംതിട്ടയിൽ പിന്നെ K. സുരേന്ദ്രൻ സമാഹരിച്ചിട്ടുണ്ട് അല്ലേ 2019.